വെൽക്കം ബാക്ക് ടു മാജിക് ഇൻ ലൂപ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു അഡ്വാൻസ്ഡ് ക്ലാസ് ആണ്. അതായത് ഡബിൾ മാജിക് റിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആമിഗുരുമി ആണെങ്കിൽ നമുക്കറിയാം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിംഗ് എന്നാണ്. ഇപ്പോൾ ഈ ഒരു ആമിഗുരുമി പ്രൊജക്ട്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഹെഡ് ആയിക്കോട്ടെ, ഹോൺസ് ആയിക്കോട്ടെ, ഈ പാച്ചസ് ആയിക്കോട്ടെ, ഹാൻഡ്സ് ആയിക്കോട്ടെ, ലെഗ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മാജിക് റിംഗ് എന്നാണ്. ഈ ഒരു മസിൽ പാർട്ട് മാത്രമാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ആൻഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മാജിക് റിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ക്രോഷ് ചെയ്യുകയാണെങ്കിലോ അതാ ഈ ഒരു സ്റ്റാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സൺഫ്ലവർ നമ്മൾ ചെയ്തിരിക്കുന്നത്, പിന്നെ ഇതൊരു കുഞ്ഞ് ആമിഗുരുമി പ്രൊജക്റ്റാണ്, ഒരു മഷ്റൂം, പിന്നെ അതാ ഈ ടൂലിപ്സ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മാജിക് റിംഗ് എന്നാണ്. പിന്നെ അതാ ക്രോഷി പ്രൊജക്റ്റിൽ ഈ ഒരു കോസ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മാജിക് റിംഗ് എന്നാണ്. കണ്ടോ, എല്ലാം നമ്മൾ മാജിക് റിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാ ഈ ഡബിൾ മാജിക് റിംഗ്, അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ നോർമൽ മാജിക് റിംഗ് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, എസ്പെഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേജിലൊക്കെ ആണെങ്കിൽ. കണ്ടോ, ഇതുപോലെ ഇത് അതിനൊരു എക്സാമ്പിൾ ആണേ. ഇങ്ങനെ സെൻറ്ററിലൊരു ഗ്യാപ്പ് ഉണ്ടാവും, കണ്ടോ, ഈ ഒരു ഹോൾ ഉണ്ടാവും. സാധാരണ നമ്മൾ ആ മാജിക് റിങ്ങിൻ്റെ ടെയില് നന്നായി വലിച്ച് പുള്ള് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവും ആ ഹോള്. പക്ഷേ ചിലപ്പോൾ കുറച്ച് നാൾ അങ്ങനെ ഇരുന്ന് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയി വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഹോള്. അപ്പം നോർമൽ മാജിക് റിംഗ് ആണെങ്കിൽ അവിടെ അങ്ങനെ ഹോള് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, അത് ഓപ്പൺ ആവാം, മേ ബി അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഈ ഒരു ഡബിൾ മാജിക് റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഡബിൾ മാജിക് റിംഗ് ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ചാൻസ് ഉണ്ടാവില്ല. അത് എക്സ്ട്രാ നമ്മളൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡബിൾ ലൂപ്സ് ഇട്ടിട്ടാണ് ഈ മാജിക് റിംഗ് വർക്ക് ചെയ്യുന്നത്. സോ അത് ഒരിക്കലും ഇതുപോലെ എത്ര നാൾ കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രഷർ ചെയ്ത് വലിച്ചാലും ഈ സെൻറ്ററിലെ ഈ ഒരു ഹോൾ ഫോം ചെയ്യില്ല, അതായത് അത് ഓപ്പൺ ചെയ്ത് വരില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ പ്രൊഫഷണലി ചെയ്യുവാണ്, ഇപ്പോൾ കുറച്ച് സ്റ്റേഡി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക എന്ന് ഓർത്തോ, കുറച്ച് വെയിറ്റ് ക്യാരി ചെയ്യേണ്ട ഐറ്റംസോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ എന്താ പറയുക, കുറച്ച് ലോങ് ടേം യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു ഡബിൾ മാജിക് റിംഗ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എക്സ്ട്രാ ഒരു സേഫ്റ്റിയാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. നമുക്ക് വിശ്വസിച്ചൊരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്ട്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് എങ്ങനെ ചെയ്യാനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോർമൽ മാജിക് റിംഗ് നമ്മൾ എങ്ങനെ ചെയ്യുക, ഇങ്ങനെ വെക്കി 2 ഫിംഗേഴ്സിൻ്റെ മേളിലൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ഇങ്ങനെ ഇവിടെ ബാക്കിൽ ഇങ്ങനെ ഒരു ക്രോസ് വരുന്ന പോലെ ഇങ്ങനെ ഫോം ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിലൂടെ ഹുക്ക് ഇങ്ങനെ അതിൻ്റെ ഹെഡ് ഇങ്ങനെ നേരെ താഴ്ത്തിക്ക് ഇരിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനിങ്ങനെ പുള്ള് ചെയ്തെടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഒരു ന്യൂ ലൂപ്പ് ഇവിടെ നിന്ന് തന്നെ ഈ ഫിംഗറിൻ്റെ മേലെ നിന്ന് വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അതായത് നമ്മളൊരു ചെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ഇതങ്ങോട്ട് റിലീസ് ചെയ്താൽ ഇതാണ് നമ്മുടെ നോർമൽ മാജിക് റിംഗ്. എന്നിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ മേലേക്ക് നമുക്കിനി ഏത് സ്റ്റിച്ച് വേണേൽ വർക്ക് ചെയ്യാം, അല്ലേ. സിംഗിൾ ക്രോഷി ചെയ്യാം, ഹാഫ് ഡബിൾ ക്രോഷി, ഡബിൾ ക്രോഷി, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഏത് വേണേൽ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ സിംഗിൾ ക്രോഷി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നമ്മുടെ ടെയിൽ എൻഡ്, അല്ലേ. ഇത് ടെയിൽ എൻഡാണ്, ഇത് വർക്കിംഗ് യാണാണ്, ഇത് നമ്മുടെ ലൂപ്പ് മാജിക് റിംഗ് ആണ്, മാജിക് സർക്കിൾ എന്നും പറയും. അപ്പോൾ ആ ടെയിൽ എൻഡ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കണം. നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷി സ്റ്റിച്ച് ചെയ്യണം. എങ്ങനെയാണ്, ഇതിൻ്റെ അടിയിലൂടെ വേണം കേട്ടോ. ഈ രണ്ട് നമ്മളിങ്ങനെ ടെയിൽ എൻഡ് ഈ ലൂപ്പും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ അടിയിലൂടെ പോയിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്ത് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു ലൂപ്പ് വലിച്ചെടുത്ത് കൊണ്ടുവരിക. 2 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൽ. അതിനെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഒരു പുതിയ ലൂപ്പ് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുത്തപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് കിട്ടി, ഫസ്റ്റ് സിംഗിൾ ക്രോഷി സ്റ്റിച്ച് കിട്ടി. നമ്മൾ ഈ മാജിക് റിംഗ് ഇട്ട് ചെയ്യുന്നത് എന്തിനാ, റൗണ്ട് ഷേപ്പിൽ വർക്ക് ചെയ്യാനായിരിക്കും, അല്ലേ. എന്തായാലും അതിനായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ റൗണ്ടിൻ്റെയും ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം. അതിപ്പോൾ നമ്മൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും അത് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ അത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു, ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് കണ്ടോ നമ്മുടെ റിങ് അഡ്ജസ്റ്റ് ആവും കേട്ടോ, സൈസ് അഡ്ജസ്റ്റ് ആവും. ഇതിങ്ങനെ തിരിച്ച് പുള്ള് ചെയ്താൽ വേണമെങ്കിൽ വലുതാവും. അങ്ങനെ ഇത് നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത്ര വലുതാക്കി വെച്ച് നമുക്ക് അടുത്ത സ്റ്റിച്ചസ് ഒക്കെ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് ടൈലൻഡ് വലിച്ച് പുള്ള് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കുമായിരിക്കും നല്ലത്. ദെൻ ഞാൻ 6 SC ആണ് കേട്ടോ ടോട്ടൽ ചെയ്യുന്നത്. 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ്. സെക്കൻഡ് സ്റ്റിച്ച് ചെയ്തു, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് 6th സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഞാൻ ഈ മാജിക് റിങ്ങിലേക്ക് ചെയ്ത് കൊടുത്തു, അല്ലേ. ഇങ്ങനെ നമ്മുടെ എത്രയാണോ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട സ്റ്റിച്ചസ് അത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത്
ക്ലോസ് ചെയ്യണം അല്ലേ, മാജിക് റിംഗ് ഓർ മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യണം. ടെയിൽ എൻഡ് പിടിച്ച് വലിച്ച് നമുക്ക് മൊത്തമായിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കാം, നല്ലതായി ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അവിടുത്തെ ഹോൾ ക്ലോസ് ആയിട്ടും ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമുക്കിത് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക, നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ കിടന്നിരുന്ന ആ സ്റ്റിച്ചിലേക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്യാം. അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കംപ്ലീറ്റ്ലി. അപ്പോൾ ഞാനിവിടെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ 2 ലൂപ്സ് നമുക്കിങ്ങനെ കാണാമല്ലോ, അതിൽ ഹുക്കിനെ കടത്തിയിട്ട് ഒരു പുതിയ ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഓൾറെഡി ഹുക്കിൽ കിടന്നിരുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ ഇതിനെടുക്കുക, പ്ലസ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അതാണല്ലോ സ്ലിപ്പ് സ്റ്റിച്ച്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇതാണ് നോർമൽ മാജിക് റിങ്. ഈ നോർമൽ മാജിക് റിങ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ടൈലൻഡ് നന്നായി വലിച്ച് പുള്ളി ചെയ്യുവാണെങ്കിൽ അത് ടൈറ്റ് ആവും, കണ്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ഇഷ്യൂ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഇങ്ങനെ ഓപ്പണായി വരും. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഹോള് ഓപ്പണായി വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഡബിൾ മാജിക് റിങ്. അപ്പോൾ ഇത് ഈ എത്ര ശ്രമിച്ചാലും അല്ലെങ്കിൽ ബൈ ചാൻസോ ഒന്നും ഈ ഹോൾ ഓപ്പൺ ആവുന്ന ഒരു സംഭവം വരുന്നതേ ഇല്ല. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡബിൾ മാജിക് റിങ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, മാജിക് റിങ് പോലെ തന്നെ. പക്ഷേ ഇത് മാജിക് റിങ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ക്രോസ് കൊടുക്കും അല്ലേ. പക്ഷേ ഡബിൾ മാജിക് റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ലൂപ്പ് എടുത്തിട്ട് അത് അങ്ങോട്ട് പോകുന്നതിന് പകരം എക്സ്ട്രാ ഒരു ലൂപ്പും കൂടെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് അതിനെയാണ് നമ്മൾ ഇവിടെ ബാക്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വിടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ മറ്റേതുപോലെ തന്നെയാണ് ബാക്കി സ്റ്റെപ്സൊക്കെ വരുന്നത്. നമ്മൾ ഹുക്കിൻ്റെ ഹെഡ് നേരെ ഇങ്ങനെ താഴ്ത്തിക്കാക്കി പിടിക്കുക, ഈ 2 എണ്ണത്തിൻ്റെയും ലൂപ്സിൻ്റെ അടിയിലൂടെ ഹുക്കിനെ കൊണ്ടുപോകണം. എന്നിട്ടാണ് നമ്മൾ ഒരു ലൂപ്പ് വലിച്ചെടുത്ത് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്ന് അഗെയിൻ ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഒരു ചെയിൻ ചെയ്യുന്നു, കണ്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ നോർമൽ മാജിക് റിങ് പോലെയല്ല അല്ലേ, ഇവിടെ 2 ലൂപ്സ്, അതാണ് ഡബിൾ മാജിക് റിങ് എന്ന് പറയുന്നത്. 2 ലൂപ്സ് ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടൈലെൻഡ് ശ്രദ്ധിക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതെപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് രണ്ടിൻ്റെയും വരേണ്ടത്. അതെങ്ങനെ വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്റ്റിച്ചാണ് അത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 6SC അല്ലേ നോർമൽ മാജിക് റിങ്ങിൽ യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. നമ്മൾ താഴത്തു കൂടെ കൊണ്ടുപോകുന്നു, ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സ്റ്റിച്ച് മാർക്കർ ഇടുക. അതായത് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് തരാമെന്നൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് വരില്ലായിരിക്കാം, പക്ഷേ റൗണ്ട്സ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതോറും എന്തായാലും കൺഫ്യൂഷൻ വരും. 2 3 4 5 ആൻഡ് 6 സ്റ്റിച്ചസ് ചെയ്തു. ഇനിയിപ്പോൾ ഇതെങ്ങനെ ക്ലോസ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തത് അല്ലേ, ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഇതാ നോർമലി നമ്മൾ മാജിക് റിങ് ചെയ്യുന്ന പോലെ ഞാൻ എന്താ ടെയിൽ എൻഡ് പിടിച്ച് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു റിങ് മാത്രമേ ക്ലോസ് ആവുന്നുള്ളൂ അല്ലേ, കണ്ടോ. ഒരു റിങ് മാത്രമേ ക്ലോസ് ആവുന്നുള്ളൂ. അപ്പോൾ അത് ശകലം വലിക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും ടെയിൽ എൻഡ് വലിക്കുമ്പോൾ ഏതാണ് ക്ലോസ് ആവുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ടെയിൽ എൻഡ് മാത്രം ഞാൻ കംപ്ലീറ്റ്ലി പിടിച്ച് വലിച്ചാൽ ഇതിവിടെ പോയി ക്ലോസ് ആവും, പക്ഷേ ഈ ലൂപ്പ് ക്ലോസ് ആവില്ല, ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊരിക്കലും ടെയിൽ എൻഡ് മൊത്തത്തിൽ ആദ്യം തന്നെ വലിച്ച് ക്ലോസ് ചെയ്യരുത്, ഇതവിടെ പോയി ജാമാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ടെയിൽ എൻഡ് ഒന്ന് പിടിച്ച് വലിച്ച് നോക്കുക, അപ്പോൾ മനസ്സിലാവും ഇതിൽ ഏത് ലൂപ്പാണ് ക്ലോസ് ആവുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ക്ലോസ് ആവുന്ന ലൂപ്പില്ലേ അതിനെ പിടിച്ച് വലിക്കുക. അതും ഒരു കാര്യമുണ്ട്, അങ്ങനെ വലിക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് സൈഡും ഉണ്ട് ബോട്ടം സൈഡും ഉണ്ട് അല്ല. ആ ലൂപ്പിൻ്റെ ഈ ബോട്ടം പിടിച്ച് വലിക്കാൻ നിൽക്കരുത്, ഈ ലൂപ്പിൻ്റെ ടോപ്പ് സൈഡ് നമ്മൾ പിടിച്ച് വലിക്കുക, കണ്ടോ. അങ്ങനെ വലിക്കുമ്പോൾ മറ്റേ ലൂപ്പ് ക്ലോസ് ആവുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ ലൂപ്പ് നന്നായിട്ട് വലിച്ച്, അതായത് ഇവിടെ ഹോള് കാണാതാവുന്ന വരെ നമ്മൾ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ടെയിൽ എൻഡ് പിടിച്ച് വലിക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുക, ഈ ലൂപ്പിലെ ഈ സെക്കൻഡ് ലൂപ്പ് അത് ക്ലോസ് ആവും, കണ്ടോ. ഇപ്പം എന്താ ഉണ്ടായത്, ആ 2 ലൂപ്സും കൂടെ പോയിട്ടാണ് ആ ഹോള് ലോക്കായത് അല്ലേ, ക്ലോസ് ആയത്. അപ്പോൾ ഫസ്റ്റ് ഒരു ലൂപ്പ് നമ്മളിത് ഹോൾ ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്തു, ദെൻ സെക്കൻഡും കൂടെ ചെയ്യുമ്പോഴത്തേനും എക്സ്ട്രാ ഇത് സെക്യൂർ ചെയ്യുക ചെയ്യും, ഒരു ലോക്ക് വീണ പോലെയാണ് ശരിക്കും, കണ്ടോ. ഇങ്ങനെ ആയി. ഇനി എന്നിട്ട് നമുക്കിത് റൗണ്ട് ക്ലോസ് ചെയ്യാം അല്ലേ, സ്ലിപ്പ് സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ റൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യാം, കണ്ടോ. ടെയിൽ എൻഡ് പിടിച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ സെക്യൂർ ചെയ്യാം.
കണ്ടോ? അപ്പോൾ കാണുമ്പോൾ അത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ലെങ്കിൽ പോലും ഫങ്ഷണലി ഇത് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ആദ്യമേ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞല്ലോ, എക്സ്ട്രാ സേഫ്റ്റി കൊടുക്കാൻ, ഡ്യൂറബിലിറ്റി കിട്ടാൻ, ഒരുപാട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, കുറച്ച് വെയിറ്റ് എടുക്കേണ്ട പ്രോഡക്ട്സ്, അങ്ങനെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഈ ഒരു ഡബിൾ മാജിക് റിംഗ് തന്നെ ഇട്ടിട്ട് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം, ക്രോഷ്യ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസും അല്ലാതെ ക്രോഷ്യ അറിയാവുന്ന സ്റ്റുഡൻസും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്വാൻസ്ഡ് ക്ലാസ്സസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മന്ത് മുതൽ ഒരു അഡ്വാൻസ്ഡ് കോഴ്സ്, അതായത് ആമി ഗുരുമിയുടെ ക്ലാസ് ലോഞ്ച് ചെയ്യാണ്. കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 18-നായിരിക്കും ക്ലാസ്സസ് തുടങ്ങുന്നത്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ക്യൂട്ട് ടോയ്, ഈ ഒരു ജിറാഫിനെ ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ജിറാഫിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബിഗിനേഴ്സിന് പോലും അറ്റൻഡ് ചെയ്യാവുന്ന രീതിക്കാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ് ബേസിക്സ് മുതലാണ് പറഞ്ഞു വരുന്നത്. ആമിഗുരുമിയുടെ ബേസിക്സും അതിൽ യൂസ് ചെയ്യേണ്ട ബേസിക് സ്റ്റിച്ചസും അതെല്ലാം ഡീറ്റെയിൽ ആയി കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ടോയ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്സ് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. സ്റ്റഫിങ് ടെക്നിക്സ്, അതുപോലെ പാർട്സ് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു ടോയ്ക്കുള്ള ഒരു കുഞ്ഞുടുപ്പ്, ഒരു ക്യൂട്ട് ഡ്രസ്സ്, പിന്നെ ഈ ഒരു സ്കാർഫ് ഇതിനെ സ്റ്റൈൽ ചെയ്യാനുള്ള, പിന്നെ ഈ ഒരു ബോ, ഇത്രയും ഐറ്റംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ജിറാഫ് മേക്കിങ്ങും അതിന് സ്റ്റൈൽ ചെയ്യാനുള്ള ആക്സസറീസിൻ്റെയും കൂടെ മേക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മുടെ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അതിന് ഏർലി ബേർഡ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറേ പേര് അറിഞ്ഞില്ല എന്നൊക്കെ പിന്നെ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ അത് മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്റ്റ് ബാച്ചിന് ഓഫറുണ്ട്. അപ്പോൾ ഈ താഴെ ഇവിടെ ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ജിറാഫ് എന്നൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.